മാവോയിസ്റ്റ് കമാൻഡർ വിക്രം ഗൌഡ ഉടുപ്പിയിൽ കൊല്ലപ്പെട്ടതായ വിവരം. കർണാടകയിലെ ഉടുപ്പിയിൽ നടന്ന ഏറ്റുമുട്ടലിലാണ് കൊല്ലപ്പെട്ടതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. രതീഷ് വാസുദേവനുണ്ട്. രതീഷ്, എപ്പോഴാണ് ഏറ്റുമുട്ടലുണ്ടായത്? പുറത്തുവരുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? സേതുലക്ഷ്മി, തീർച്ചയായും എപ്പോഴാണ് ഇദ്ദേഹത്തിന്റെ ഏറ്റുമുട്ടൽ നടന്നതും കൊല്ലപ്പെട്ടതെന്ന വിവരം അറിയുന്നില്ലെങ്കിൽ മാവോയിസ്റ്റ് വിരുദ്ധ സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ വിക്രം ഗൌഡ, മാവോയിസ്റ്റുകാരുടെ പ്രധാനപ്പെട്ട നേതാവ് വിക്രം ഗൌഡ കൊല്ലപ്പെട്ടുവെന്ന വിവരമാണ് ലഭിക്കുന്നത്. വയനാട്ടിലടക്കം വൈത്തിരി പോലീസ് ഏറ്റുമുട്ടൽ ഉൾപ്പെടെ ബാണാസുര മലയിൽ ഉൾപ്പെടെ ഉണ്ടായ വലിയ ഏറ്റുമുട്ടലിന് നേതൃത്വം നൽകിയത് വിക്രം ഗൌഡയാണെന്നുള്ള ആശയവും ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടെ ഒന്നും വിക്രം ഗൌഡ പിടിക്കപ്പെട്ടില്ല. ഈ സംഘങ്ങളിൽ, ഈ ആക്രമണങ്ങളിലൊക്കെ തന്നെ ആ ഓപ്പറേഷൻസ് ഓഫീസർ നേതൃത്വം നൽകിയത് വിക്രം ഗൌഡയായിരുന്നു എന്നാണ് അറിയുന്നത്. കമ്പനികളെ രൂപീകരിച്ച് വിക്രം ഗൌഡയുടെ നേതൃത്വത്തിലാണ്. വലിയ ആയുധ പരിശീലനം ഉൾപ്പെടെ നൽകുന്നതിൽ വിദഗ്ധരായിരുന്നു വിക്രം ഗൌഡ എന്നാണ് തണ്ടർബോൾട്ട് മാവോയിസ്റ്റ് വിരുദ്ധ സേന ആരോപിക്കുന്നത്. അതിനുശേഷം ഈ വലിയ പോലീസ് നടപടി, മാവോയിസ്റ്റ് വിരുദ്ധ നടപടിക്ക് ശേഷം കർണാടകയിലേക്ക് നീങ്ങിയ വിക്രം ഗൌഡ ദീർഘനാളായി കർണാടക കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നതെന്നാണ് ഈ രഹസ്യാന്വേഷണ സംഘങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള വിവരം. ഇതിനിടയ്ക്കാണ് ഇപ്പോൾ ഈ ഏറ്റുമുട്ടലിൽ വിക്രം ഗൌഡ കൊല്ലപ്പെട്ടതായിട്ടുള്ള വിവരം ലഭിക്കുന്നത്. ഇപ്പോൾ പൂർണ്ണമായും മാവോയിസ്റ്റ് ദളം വയനാട്ടിൽ, അതായത് ഈ ദക്ഷിണേന്ത്യയിൽ തന്നെ ഇല്ലാതാക്കുന്ന നിലയിലാണ് മാവോയിസ്റ്റ് വിരുദ്ധ സേന അവകാശപ്പെടുന്നത്. പൂർണ്ണമായും ആളുകളെല്ലാം തന്നെ പിടികൂടപ്പെട്ടു. ഏറ്റവും ഒടുവിൽ CP മൊയ്തീന്റെ നേതൃത്വത്തിലാണ് കേരളത്തിലും കേന്ദ്രീകരിച്ച്, വയനാട് കേന്ദ്രീകരിച്ച് മാവോയിസ്റ്റ് സംഘടനകൾ പ്രവർത്തിച്ചിരുന്നത്. CP മൊയ്തീൻ ഉൾപ്പെടെ പോലീസിൽ പിടികൂടപ്പെട്ടു. അതുപോലെ തന്നെ വയനാട് സ്വദേശി സോമൻ ഉൾപ്പെടെ പിടികൂടിപ്പെട്ടിരുന്നു. അതിനിടയ്ക്കാണ് ഇതിനൊക്കെ നേതൃത്വം നൽകുന്ന വിക്രം ഗൌഡ കർണാടകയിലേക്ക് രക്ഷപ്പെട്ടിരുന്നത്. എന്തായാലും ഈ ഏറ്റുമുട്ടൽ മാവോയിസ്റ്റ് വിരുദ്ധ സേന അറിയിക്കുന്ന രീതിയിലാണെങ്കിൽ മാവോയിസ്റ്റുകളുമായി ഏറ്റുമുട്ടലിലാണ് വിക്രം ഗൌഡ കൊല്ലപ്പെട്ടതായി അറിയുന്നത്. എന്തായാലും ദീർഘനാളായിട്ടുള്ള ഈ മാവോയിസ്റ്റ് വിരുദ്ധ സേനകളുടെ ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ചുള്ള വലിയ ഒരു മാവോയിസ്റ്റ് ഗ്രൂപ്പിനെയാണ് തകർക്കാൻ കഴിഞ്ഞതെന്നാണ് മാവോയിസ്റ്റ് വിരുദ്ധ സേന തലവന്മാർ വിലയിരുത്തുന്നത്. വയനാട്ടിൽ ഉൾപ്പെടെ ഇദ്ദേഹത്തിന്റെ സാന്നിധ്യം മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം ഉണ്ടായിരുന്നതായാണ് കേരളത്തിലെ മാവോയിസ്റ്റ് വിരുദ്ധ സേന നിങ്ങളും വിലയിരുത്തിയിരുന്നത്. ശരി രതീഷ്, ഈ നിലമ്പൂർ കരുളായി ഏറ്റുമുട്ടലിലൊക്കെ ഇയാൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെ ഈ അട്ടപ്പാടി, നിലമ്പൂർ, വയനാട് മേഖലകളിലൊക്കെ വളരെ സജീവവുമായിരുന്നു ഇപ്പോൾ ഈ മരിച്ച മാവോയിസ്റ്റ് കമാൻഡർ വിക്രം ഗൌഡ. ഒരുപാട് വർഷങ്ങളായി പോലീസ് ഇയാൾക്ക് വേണ്ടി വലവിരിച്ച് കാത്തിരിക്കുകയായിരുന്നു. അതിനൊടുവിലാണിപ്പോൾ മരണവാർത്ത പുറത്തു വരുന്നത്. ഏറ്റുമുട്ടലിനെ തുടർന്നുള്ള മരണവിവരങ്ങൾ. രതീഷ് വാസുദേവനാണ് വിവരങ്ങൾ നൽകിയത്.